സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് പരിമിതികളുണ്ടെന്ന് ഹൈക്കോടതി. സിനിമകൾ വയലൻസിനെ മഹത്വവൽക്കരിക്കുന്നത് സമൂഹത്തെ ബാധിക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുസ്തബ, ഇപ്പോൾ ഈ അടുത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ ഒക്കെ തുടർന്ന് വലിയ തരത്തിൽ സിനിമ ഇതിനെ ബാധിക്കുന്നുണ്ട്, യുവത്വത്തെ എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട്. വിഷയത്തിൽ എന്താണ് കോടതി പറയുന്നത്? പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉയർന്നു വന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട വയലൻസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സിനിമ പോളിസി ഉൾപ്പെടെ ചട്ടം രൂപീകരിക്കുന്ന കാര്യം കോടതിയുടെ പരിഗണനയിലാണ്. അതിന്റെ പുരോഗതി കൃത്യമായി തന്നെ കോടതി വിലയിരുത്തുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോഴാണ് ഈ വിഷയം ഉയർന്നു വന്നത്. കോടതി പറഞ്ഞത് അത് ഉന്നയിക്കപ്പെട്ടത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാര്യം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തെ തെറ്റായി തന്നെ കാര്യമായി തന്നെ ഗൗരവമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അത് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഒരു നടപടി എടുക്കാൻ ചില പരിമിതികളുണ്ട്. കാര്യം ഈ വിഷയത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രധാനമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഏതറ്റം വരെ ആകാമെന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിൽ പോലും അത് സംബന്ധിച്ചുള്ള അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഒരു പരിമിതി ഉള്ള കാര്യം കോടതി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ സിനിമ പോളിസി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ചർച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡയലോഗ്സ് കോടതിക്കകത്ത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ആളുകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതായി SIT ബുദ്ധിമുട്ടിക്കുന്നതായി കരുതുന്നില്ല എന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ടായതായി പരാതിക്കാർക്ക് തോന്നിയാൽ അവർക്കപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത. ശരി.